ഹലോ അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. അപ്പോൾ എന്താണ് നമുക്ക് വലിയ പെരുന്നാൾ. അപ്പോൾ ഞാൻ ദിവസം കെട്ടികളും കൂടിയിട്ട് പുറത്ത് പോവാണ് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഒറ്റ സങ്കടം മാത്രമാണുള്ളത്, നമ്മുടെ വാപ്പയമ്മ നമ്മുടെ കൂടെ ഇല്ല എന്നീ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അവരിന്ന് കൊച്ചിക്ക് കപ്പൽ കയറിയിട്ടുണ്ട് വല്യുപ്പാനെയും കൊണ്ട് ചെറിയൊരു ട്രീറ്റ്മെൻറ്റിന്. ആ ഒരൊറ്റ വിഷമം മാത്രമാണ് നമുക്കുള്ളത്. ബാക്കി എല്ലാം കൂടെ നമ്മളെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് പോകല്ലേ? ഓക്കെ, ബയോ. വലിയ പെരുന്നാളിലെ ചില കാഴ്ചകൾ നമുക്ക് കണ്ടാലോ. എൻ്റെ നാട്ടിലെ വൈകുന്നേരങ്ങൾ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. പെരുന്നാളിന് മാത്രമാണ് ഈ ഒരു കാഴ്ച. പിന്നെ നോമ്പിനുണ്ട് കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ടുള്ള പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും അത് കഴിഞ്ഞിട്ട് വരുന്ന വലിയ പെരുന്നാളിനും ഈ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വേറൊന്നുമല്ല, ചെറിയ പെരുന്നാളിനേക്കാളും അധികം തിരക്കൊന്നും ഈ ഒരു പെരുന്നാളിന് ഉണ്ടാവില്ല. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട്. നമ്മൾ കാണാത്ത പലരും ഇന്ന് വൈകുന്നേരം ഈ നാട്ടിലുണ്ടാവും. അപ്പം ആ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. എന്തായാലും ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോണ വഴിക്കാണ് ഈ ഒരു കാഴ്ചയും കൂടി കണ്ടത്. രണ്ട് ചെക്കന്മാർ സൈക്കിളുമേലാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. എന്തായാലും ചെക്കന്മാർ ഉഷാറാക്കിയിട്ടുണ്ട് പെരുന്നാൾ. എൻ്റെ നാടിൻ്റെ തെക്ക് ഭാഗത്ത് എയർപോർട്ടും വടക്ക് ഭാഗത്തായിട്ട് ലഗൂൺ ബീച്ചുമാണ് വരുന്നത്. ഞാൻ ഈ ബൂസും കെട്ടിയോളും കൂടിയിട്ട് ആദ്യം പോയത് എയർപോർട്ട് സൈഡിലേക്കാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ആളുകൾ വരുന്ന ടൈം ആവുന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് വർഷത്തിൽ 2-3 ആഘോഷങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആഘോഷങ്ങൾ നമ്മൾ ഉഷാറായിട്ട് തന്നെ ആഘോഷിക്കും. നിങ്ങൾ കണ്ടുനോക്കിയിട്ടാണ് ഞങ്ങൾ ആഘോഷങ്ങൾ എന്താണെന്നുള്ളത്. എയർപോർട്ട് സൈഡിൽ നിന്ന് ഞങ്ങൾ നേരെ ചെന്നത് അന്താം ബീച്ചിലേക്ക്. അന്താം ബീച്ചിൽ നിന്ന് ഇറങ്ങിയ പാടെ നമ്മൾ ആദ്യം കണ്ട ദിബൂസിന്റെ കുറച്ച് ഫാൻസിനെയാണ്. പെരുന്നാൾ എങ്ങനെയാ? അടിപൊളിയാണോ? ഉറപ്പ്? ചെറിയ പെരുന്നാളെക്കാട്ടി അടിപൊളിയാണോ? എൻ്റെ നാട്ടിലെ ചെക്കന്മാർക്ക് ഭയങ്കര സന്തോഷമാട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. ചെക്കന്മാർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട് നമുക്ക്. അന്താം ബീച്ചിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് സൊറ പറയാനിരിക്കുന്ന ആൾക്കാരെയും പിന്നെ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെ കേട്ടോ. പെരുന്നാൾ എങ്ങനെയാ? പൊളിയാണ് മക്കളെ. ഇതൊന്നും ബിയറല്ല കേട്ടാ, ഇതൊന്നും നോൺ ആൽക്കഹോളിക് സാധനമാണ്. നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. നമ്മളെ പിള്ളേർ ഇതൊന്നും ആൽക്കഹോളിക്കുള്ള സാധനം ഒന്നും കുടിക്കൂല. അപ്പോൾ ഓക്കെ, പെരുന്നാൾ പൊളിക്കാണ് നമ്മളെ ചങ്ങായിമാര് അല്ലേ? പൊളിക്കല്ലേ? ഓക്കെ. ചെക്കന്മാർക്ക് ഭയങ്കര ഉസാറാട്ടോ. ഞാനൊരു ഊളത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാ ബിയറിൻ്റെ കാര്യമാക്കി. നിങ്ങളത് സീരിയസ് ആക്കി എടുക്കരുതേ. കമ്പനിക്കാരെല്ലാവരും കൂടിയിട്ട് ഇതേപോലെ കടലിലേക്ക് നോക്കിയിരുന്നിട്ടുള്ള പെരുന്നാൾ നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ നാട്ടിലെ മക്കൾ ഇത് ആഘോഷിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് എല്ലാവരും കൂടിയിട്ട് റൗണ്ട് അടിക്കലാണ്. റൗണ്ട് അടിക്കൽ മാത്രമല്ല കേട്ടോ, സൊറപറിച്ചിലും ഉണ്ട്, ചായ കുടിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മുടെ ഇടയിലുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ നാട് കാണാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഇടയിൽ നമ്മളെ കൂടെ അവരും ആ ഒരു വൈബിൽ നമ്മളെ കൂടെ വരും. ശാന്തിയും സമാധാനവും സ്നേഹവും എന്തെന്നുള്ളത് നമ്മളെ നാട്ടിൽ വന്നവർക്കും അറിയാം, വന്നിട്ട് പോയവർക്കും അറിയാം. അത് വല്ലാണ്ട് നമ്മൾ കൊടുക്കും. പടച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോരുത്. ഈ ഒരു 6-7 കിലോമീറ്ററിനുള്ളിൽ ഒന്നും കാണാനില്ല, പക്ഷെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാടിന്റെ ഭംഗി. ഇവിടെ വന്നവരും വന്നിട്ട് പോയവരൊക്കെ പറയണത് നമ്മൾ ഭാഗ്യവാന്മാരാന്ന. ഒരു കണക്കിൽ അവർ പറയുന്നത് എത്ര സത്യമായിട്ടുള്ള കാര്യമായല്ലേ. ലോകത്ത് എവിടെ പോയാലാണ് നമുക്ക് ഈ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പറ്റുക. ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കട്ടെ എന്ന സന്ദേശമാണ് ഓരോ പെരുന്നാളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അധികം കാര്യങ്ങൾ പറഞ്ഞ് ആരെയും നമ്മൾ ബോറടിപ്പിക്കണില്ല. എന്തായാലും നമുക്ക് ബലിപെരുന്നാളിന്റെ കാഴ്ചകളിലേക്ക് പോവാം. لا لا تحسب أن الدين بعيد عن حب وحياة وبهجرك للدين ستحيا تعشق ما قلبك يهوى أو أن الأيام ستحلو وترى الدنيا شط نجاة دينك بحر من آمال شط لجميل الأحلام ليس الدين كما تخشاه ذا ممنوع ذاك حرام الإسلام جميل حقا هذا ليس هو الإسلام كل أوامره تهدينا وتنادينا للخير ينهانا عن كل طريق يأخذنا نحو الشر فالله رحيم وحليم يدعو دوما للبر നമ്മുടെ ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷം അവസാനിക്കുകയാണ്. നമുക്കെന്തായാലും ഒരു ഭാഗത്തുള്ള വീഡിയോസ് മാത്രമാണ് എടുക്കാൻ പറ്റിയത്. ഇനിയും ഒരുപാട് പെരുന്നാളുകൾ കൂടാനും സന്തോഷിക്കാനുമുള്ള ഭാഗ്യം പടച്ചവൻ നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണുള്ളത്. എൻ്റെ വീഡിയോസിലോ ഞാൻ പറഞ്ഞ കാര്യത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഉറപ്പില്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ചെറിയ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.